കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി മരിച്ച 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസിന്റെ മൃതദേഹം ഖബറടക്കി. ധാരാളം പേരാണ് അവസാനമായി കാണാൻ ഷഹബാസിന്റെ തറവാട്ട് വീട്ടിലും പൊതുദർശനത്തിന് വെച്ച മദ്രസയിലും എത്തിയത്. കുട്ടികളുടെ അക്രമവാസനയെക്കുറിച്ച് സംസ്ഥാനതലത്തിൽ പഠനം നടത്തുമെന്ന് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ.വി. മനോജ് കുമാർ പറഞ്ഞു. ചേതൻ സാജന്റെ റിപ്പോർട്ടിലേക്ക്. അന്ന, ഇന്ന് പുലർച്ചെ 12:30 താമരശ്ശേരി ചുങ്കം സ്വദേശിയും 10ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ മുഹമ്മദ് ഷഹബാസിന്റെ അന്ത്യം സംഭവിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത്. രാവിലെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തു. പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം മൃതദേഹം പാലോറക്കുന്നിലെ തറവാട്ട് വളപ്പിലേക്ക് കൊണ്ടുപോയി. പിന്നീട് മൃതദേഹം പൊതുദർശനത്തിനായി കിടവൂരിലുള്ള മദ്രസയിലേക്ക് കൊണ്ടുപോയി. ഇവിടെയാണ് ധാരാളം പേർ ഒഴുകിയെത്തിയത്. ഷഹബാസിനെ പരിചയമുള്ളവരും പരിചയമില്ലാത്തവരും നാട്ടുകാരും ഒപ്പം പഠിച്ച സഹപാഠികളൊക്കെ ഇവിടെ എത്തുകയായിരുന്നു. വളരെ വൈകാരികമായ നിമിഷങ്ങളാണ് ഇവിടെ സാക്ഷ്യം വഹിച്ചത്. ശേഷം ചുങ്കത്തുള്ള ജുമാ മസ്ജിദിൽ മൃതദേഹം 5 മണിയോടുകൂടി ഖബറടക്കുകയായിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഷഹബാസിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതായത് തലക്ക് ഏറ്റ മാരകമായ അടിയാണ് ഷഹബാസിൻ്റെ മരണത്തിലേക്ക് വഴിതെളിച്ചത് എന്നാണ്. തലയോട്ടി പൂർണ്ണമായും തകർന്ന നിലയിലാണ്. തലക്കേറ്റ ആന്തരിക ക്ഷതമാണ് മരണത്തിന് കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പറയുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉപഡയറക്ടർ സി മോഹൻകുമാർ ആശുപത്രി സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഈ ട്യൂഷൻ ക്ലാസ്സിൽ ഈ സംഭവം നടക്കുന്നത് ഒരു സ്വകാര്യ ട്യൂഷൻ ക്ലാസ്സിലാണ്, സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ്. ആയതിനാൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് അവിടെ ഇടപെടാൻ ചില പരിമിതികളൊക്കെയുണ്ട്. എന്നാലും ഈ സ്വകാര്യ ട്യൂഷൻ ക്ലാസ്സുകളിൽ ഏതെങ്കിലും സർക്കാർ അധ്യാപകർ ക്ലാസ് എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കും. അതുമാത്രമല്ല, ഈ സ്വകാര്യ ട്യൂഷൻ സെൻ്ററിൻ്റെ ഉടമസ്ഥ അല്ലെങ്കിൽ ഉടമ സർക്കാർ ജോലി ചെയ്യുന്നവരാണോ എന്ന കാര്യം കൂടി പരിശോധിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ട്യൂഷൻ സെൻ്ററിൽ നടത്തിയ പരിപാടിയിലാണ് ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു ദുര്യോഗം സംഭവിച്ചിരിക്കുന്നത്. ട്യൂഷൻ സെൻ്ററുകളെ സംബന്ധിച്ചിടത്തോളം പൊതുവിദ്യാഭ്യാസ വകുപ്പിന് നേരിട്ടുള്ള നിയന്ത്രണം ഇല്ലാത്തതാണ്. എവിടെയൊക്കെയാണ് സ്ഥാപനങ്ങൾ അവരെന്തൊക്കെ ചെയ്യുന്നു, ഇപ്പോൾ DJ പാർട്ടി എന്നുള്ള രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കുട്ടികൾ സംഘർഷം ഉണ്ടാകുന്ന തരത്തിൽ അവിടെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിനെക്കുറിച്ച് വളരെ ഗൗരവമായ അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടാതെ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ.വി. മനോജ് കുമാറും ഷഹബാസിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു. ഈ വളരെ ഗൗരവമുള്ള വിഷയമാണിത്. കൗമാരക്കാരിൽ വർദ്ധിച്ചു വരുന്ന കുറ്റവാസനകളെക്കുറിച്ച് പഠിക്കാൻ സംസ്ഥാന തലത്തിൽ ഒരു പഠനം തന്നെ നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. വളരെ ഗൗരവമായിട്ട് തന്നെ ഈ കേസിനെ സമീപിക്കണം. ഞങ്ങൾ ഈ വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് വിശദമായ കാര്യങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ എന്നുള്ള നിലയിൽ സമർപ്പിക്കാനും പറഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പോടും ഈ പ്രശ്നങ്ങൾ സംബന്ധിച്ച് റിപ്പോർട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ നടപടി സ്വീകരിക്കണമെന്ന് കമ്മീഷൻ തീരുമാനിക്കും.